ഇന്ന് നമുക്ക് ആലപ്പുഴക്കാരുടെ സ്വന്തം കൊഞ്ചുമാങ്ങയും കണ്ടാലോ. എല്ലായിടത്തും ഈ ഉണക്ക കൊഞ്ചുമാങ്ങയും ഒരു കോമൺ ഡിഷ് തന്നെയായിരിക്കും. എന്നിരുന്നാലും ആലപ്പുഴക്കാരുടെ ഒരു മെയിൻ ഫുഡാണ് കൊഞ്ചുമാങ്ങി. ചട്ടുളങ്ങര അമ്മയുടെ ഒരു പ്രധാന ഇഷ്ടപ്പെട്ട ഫുഡാണ് കൊഞ്ചുമാങ്ങി. ചട്ടുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തിന് ഈ ഒരു കൊഞ്ചുമാങ്ങ ഇല്ലാത്ത ഒരു വീടുകളും കാണില്ല. എല്ലാവരും ഈ ഒരു ഡിഷ് തയ്യാറാക്കും. അത്ര ഫേമസ് ആണ് കൊഞ്ചുമാങ്ങി. അപ്പം നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളധികം ഐറ്റംസ് ഒന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. മാങ്ങയും കൊഞ്ചും ഉള്ളിയും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. നമുക്ക് ഇത് അതിൻ്റെ അകത്ത് ഏത്തക്ക ഇട്ടും അതുപോലെ മുരിങ്ങയ്ക്ക ഇട്ടും അങ്ങനെ പല വെജിറ്റബിൾസ് ഇട്ട് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പക്ഷേ സാധാരണ ഒരു രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രീതിയിൽ തന്നെയാണ്. അതിന് വേണ്ടി നമ്മളൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കൊച്ചുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചുള്ളി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും കൂടുതലും ടേസ്റ്റ്. ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് നിങ്ങളുടെ സ്പൈസസിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നിങ്ങൾ എടുക്കുക. പച്ചമുളക് കൂടി ഇതിലേക്ക് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് കൂടി ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് വഴറ്റി എടുക്കുക. അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു ഓവറായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട. അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില കൂടി ഒന്ന് ആഡ് ചെയ്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നമുക്കൊരു കൂട്ടുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, എല്ലാം നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത്രയും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു കൂട്ടുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് അതൊന്ന് വഴണ്ട് കിട്ടണം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങളുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. മാങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ഒന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കൊഞ്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൊഞ്ച് നമ്മൾ നന്നായിട്ട് വറുത്ത് കഴുകിയെടുത്ത കൊഞ്ചാണ് കേട്ടോ. കൊഞ്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ആണെങ്കിൽ ഒരു കാര്യം, ഇത് നമ്മൾ നന്നായിട്ട് ചെറിയൊരു ഗ്രേവി രൂപത്തിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുന്നതും അതുപോലെ തന്നെ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്കതല്ല ഒരു തോരൻ്റെ രീതിയിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ തേങ്ങ ഒന്ന് ചതച്ച് എടുത്താൽ മതി. അപ്പം നമ്മൾ ആ കൊഞ്ചൊന്ന് വേവുന്ന അത്രയും വെള്ളവും ആവശ്യമായി വരുള്ളൂ. അതിനുശേഷം നമ്മുടെ ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊന്ന് കടുക് താളിച്ചൊഴിക്കുക. ഇതും ഓപ്ഷണലാണ്. കടുക് താളിച്ച് നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് താളിച്ച് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കൊഞ്ചുമാങ്ങ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൊഞ്ചുമാങ്ങ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിത് പല രീതിയിൽ തോരൻ പോലെ വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് മുരിങ്ങയ്ക്ക, ഏത്തയ്ക്ക അതുപോലുള്ള ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തും ഒക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.